ുന്നുണ്ട്. അതുകൊണ്ട് നിനക്കിന്ന് ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല, പപ്പടം വട്ടത്തിലാണു താനും, ചോറ്റുപാത്രത്തിന്റെ പൊട്ടുപോലുള്ളൊരു ചൊന്നുള്ളി ചമ്മന്തി, അത്രമാത്രം ദേഷ്യം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ, ദേഹമൊട്ടാകെ വിയർത്തിരുന്നു. ഞങ്ങളൊക്കെ BA മലയാളം പഠിക്കുമ്പോൾ MA നല്ല മാർക്കിൽ പഠിച്ച് ഈ അമ്പൂരിയിലേക്ക് തന്നെ വന്ന ശ്രീരാമേട്ടനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. ഭാഷയെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ നന്നായിട്ട് ഈ ഭാഷയൊക്കെ അറിയുന്ന ആളുകൾ ചുറ്റും കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, പ്രാണപ്രതിഷ്ഠ നടത്തിയവർ ആ അയോധ്യയിലെ ദൃശ്യങ്ങൾക്കൊപ്പം എടുത്ത് പ്രതിഷ്ഠിച്ച പാട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉള്ളിലിട്ട് ആ ആത്മാംശമെല്ലാം ചേർത്ത് എടുത്ത പാട്ടാണ്. ആ പാട്ടിലേക്കും പൊതുബോധത്തിലേക്കും ആ കുട്ടിയെ കൊണ്ടുവരാൻ ഒരമ്മ കാണിച്ച തന്ത്രമെന്നത്, അവർ ഒരു ദിവസം ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല, പപ്പടമില്ല, ഇത്തിരി ചോറ്, ഉള്ളിച്ചമ്മന്തിയും മാത്രം. ഈ ഉള്ളിച്ചമ്മന്തിയും ചോറും കിട്ടിയ കുട്ടിക്ക് അത് പോരാ, അവൻ വീണ്ടും ശാഠ്യം പിടിച്ചു. അപ്പോഴാണ് ഈ ഉമ്മ അവനോട് പറഞ്ഞു, നീ പോയിട്ട് വാ, പള്ളിക്കൂടം വിട്ട് വരുമ്പോൾ നിനക്ക് ഞാൻ നല്ല മത്തിക്കറിയും വെച്ച് അല്ലെങ്കിൽ അയലക്കറിയും വെച്ച് ചോറ് തരാം. കുട്ടി വിട്ടില്ല, വീണ്ടും ശാഠ്യം പിടിച്ചു. ശാഠ്യം പിടിച്ച കുട്ടി വീണ്ടും ഉമ്മയുടെ അരികിലേക്ക് എത്തിയപ്പോൾ ഈ ഉമ്മ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ഒരു മൺകലം നിറയെ കഞ്ഞിയും കൊണ്ട് പുറത്തേക്ക് വന്നു. DYFI നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ഒരു പൊതിച്ചോറിനാണ്. നമുക്ക് പൊതികളെന്നല്ല, ഓരോ കല്യാണങ്ങളും എത്ര ധൂർത്തമായി നടത്തി, പൊതിച്ചോറുകളെന്നല്ല, ഈ കുടുംബത്തിന് അണ്ടാവിനും കണക്കിന് അന്നം വെറുതെ ഇല്ലാതാക്കി കളയുന്ന തരത്തിൽ ധൂർത്തിന്റെ ഉത്സവങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉമ്മ ചെയ്യുന്നത് തന്റെ മകനെ മിഴി നിറയുന്നവരുടെ വയറെരിയുന്നവരുടെയൊക്കെ മിഴിയൊന്നും നിറയാതിരിക്കാൻ കരുതലുള്ളവരാക്കി മാറ്റണം. അതുകൊണ്ട് ഉമ്മ നേരെ അടുക്കളയിലേക്ക് പോയി ഒരു മൺകലം നിറയെ കഞ്ഞിയും കൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ ആ ഉമ്മയുടെ ചുറ്റും കുറെ കൊച്ചു കുട്ടികൾ ഇങ്ങനെ കൊതിതുള്ളി നിൽക്കുകയാണ്. അപ്പോഴാണ് യൂസഫ് അലി എന്ന ഈ കുട്ടി ഇത്തിരിയൊക്കെ കഴിക്കാനൊക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷെ അവൻ നോക്കുമ്പോൾ തന്നേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികൾ ഈ ഉമ്മയുടെ അരികിൽ കൊതിതുള്ളി നിൽക്കുന്നു. ഉമ്മ അവർക്ക് ഇത്തിരി കഞ്ഞി ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. കഞ്ഞി വിളമ്പി കൊടുക്കുന്ന ഉമ്മയുടെ അരികിലേക്ക് വീണ്ടും ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല, പപ്പടമില്ല, എന്തുമ്മ എന്ന് ചോദിക്കാൻ വേണ്ടി എത്തിയ യൂസഫ് അലിയുടെ കണ്ണ് ആ കഞ്ഞിക്കലത്തിലേക്ക് എത്തിയപ്പോൾ ആ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു. കാരണം എന്താ? ഉമ്മ വിളമ്പി കൊടുക്കുന്ന കഞ്ഞിയിൽ വറ്റുപോലുമില്ല. ഓടിക്കളിക്കുന്നുണ്ടാ ഭക്ഷണിക്കഞ്ഞിയിൽ ഓരോ നെടിയരി വറ്റു മാത്രം. ആ വട്ടിക്കഞ്ഞിയിൽ ഒന്നോ രണ്ടോ നെടിയരി വറ്റുകൾ മാത്രം ഓടിക്കളിക്കുകയാണ്. നോക്കൂ, അറിവും തിരിച്ചറിവും. ആ തിരിച്ചറിവ് പെട്ടെന്ന് യൂസഫ് അലി എന്ന കുട്ടി അകത്തേക്ക് ഓടിപ്പോയിട്ട് ഉമ്മ വിളമ്പി വെച്ച ചോറ്, അവന് വിളമ്പി വെച്ച ചോറെടുത്ത് ഉമ്മയുടെ അരികിലേക്ക് വന്ന് ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഈ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന കഞ്ഞിയിലെ വറ്റില്ല, എനിക്കതാ നോക്ക് ചോറും ചമ്മന്തിയും. ഇതുകൂടെ ഉമ്മ അതിലേക്കൊന്ന് തട്ടിക്കൊടുക്കുന്നു. ഉമ്മ പെട്ടെന്ന് തന്റെ മകന് കരുതി വെച്ചിരുന്ന ചോറ് അവനെടുത്ത് കൈവെള്ളയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ചോറിൽ ആ പാത്രത്തിൽ നിന്ന് ഇത്തിരി മുന്നിൽ നിന്നൊരു കൊച്ചുകുട്ടിക്ക് കൊടുത്തു. അവൻ ഇത്തിരി വറ്റുകൂടി കിട്ടിയപ്പോൾ അവനൊന്ന് ചിരിച്ചു. പെട്ടെന്ന് തന്റെ പൊന്നുമകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, മക്കളെ യൂസഫലി, നീ പടച്ചവന്റെ ചിരി കണ്ടിട്ടുണ്ടോ? നീ ദൈവത്തിന്റെ ചിരി കണ്ടിട്ടുണ്ടോ മക്കളെ എന്ന് ചോദിച്ചപ്പോൾ ഈ ഉമ്മയോട് മകൻ ചോദിച്ചു, ഉമ്മ ഇങ്ങനെ ദൈവം ലൈവായി വന്ന് മുന്നിൽ നിന്ന് ചിരിക്കുമോ? ചിരിക്കും മക്കളെ, ഇത്തിരി അന്നം പോലും അവന് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്തിരി കഞ്ഞി വെള്ളമേ അതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിനക്ക് കരുതി വെച്ച അന്നം നീ ആ കുഞ്ഞിന് വേണ്ടി കൊണ്ടുവന്നു. അതിനെ ഞാൻ കൊടുത്തപ്പോൾ അവന്റെ മുഖത്തൊരു ചിരി വിടർന്നില്ലേ? അതാണ് മക്കളെ ദൈവത്തിന്റെ ചിരി. നിന്റെ കർമ്മം നോക്കി ദൈവം ചിരിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. ആ യൂസഫ് അലി എന്ന കുട്ടിയുണ്ടല്ലോ, പിന്നെ മലയാളത്തിൽ കാണിച്ച വിസ്മയം ഒത്തിരിയാണ്. ആ യൂസഫ് അലി എന്ന കുട്ടി ദൈവത്തിന്റെ ചിരി അല്ലേ? ആദ്യം വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വാക്കുകളിലെ ദൈവ ചിരി അറിയാൻ ഹോളി ബൈബിൾ അതിസുന്ദരമായി വായിച്ചു. ഹോളി ബൈബിൾ സുന്ദരമായി വായിച്ചപ്പോൾ യൂസഫ് അലിയുടെ പഠന വഴികളിൽ ബൈബിളിലെ ആശയങ്ങൾ ഒന്നൊന്നായി നിറഞ്ഞു. കായിന്റെയും ആബേലിന്റെയും കഥകൾ നിറഞ്ഞു. നീ നിന്റെ സഹോദരനെ കൊന്നു. എന്ത് മനുഷ്യൻ എങ്ങനെയാണ് മാറി
നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ കൊന്ന് ആ തട്ടഹസിക്കുന്ന ജീവിത പരിസരങ്ങളെയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് യൂസഫ് അലി എന്ന ആ ഇസ്ലാം മതത്തിൽ പിറന്ന എന്നാൽ മാനവികമായ ആശയങ്ങളെ എല്ലാം എടുത്ത് മറ്റത്തെ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ പഠിച്ച ഒരു കൊച്ചുകുട്ടി, തൃശ്ശൂരിലെ മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ പഠിച്ച കുട്ടി പിന്നീട് മലയാളത്തിന് തന്നത് കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ എന്ന് പറയുമ്പോൾ കരളിലെ ചോരയാൽ പാലിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ എഴുതിയത് യൂസഫ് അലി കേച്ചേരി. അതേ യൂസഫ് അലി കേച്ചേരി രാമായണമൊക്കെ നന്നായി വായിച്ചു. പാവറട്ടിയിലെ സംസ്കൃത കോളേജിൽ ചെന്ന് സംസ്കൃതം അതിസുന്ദരമായി പഠിച്ചിട്ട് കൃഷ്ണ കവിതകൾ ആയിരക്കണക്കിന് എഴുതി. മലയാളത്തിൽ അതിസുന്ദരമായി കൃഷ്ണ കവിതകൾ ആ ദാർശനിക മാനത്തിൽ എഴുതിയിട്ടുള്ള അപൂർവം ചില കവികളെ ഉള്ളൂ. ഒന്ന് അക്കിത്തം അച്യുതൻ നമ്പൂതിരി, മറ്റൊന്ന് യൂസഫ് അലി കേച്ചേരി, പിന്നെ നമ്മുടെ നാട്ടുകാരനായ വി മധുസൂദനൻ നായരും കുറെ കവിതകളൊക്കെ എഴുതി. പക്ഷെ അവിടെയെല്ലാം ഇരുട്ടിൽ നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു നരവർജന വാതിരി എന്ന അക്കിത്തം എഴുതുമ്പോൾ വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്നൊക്കെ എഴുതിപ്പോയത് ഭഗവത്ഗീത നന്നായിട്ട് വായിച്ചുള്ള അക്കിത്തത്തിനറിയാം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി. എല്ലാ ജീവജാലങ്ങളും ഏതാണോ ഇരുട്ട്, ആ ഇരുളിൽ അവനിങ്ങനെ വല്ലാതെ തപ്പിത്തടഞ്ഞു നിൽക്കുമ്പോൾ ജാഗ്രതയോടെ സംയമികൾ ഉണർന്നിരിക്കും. അമ്പൂരിയിൽ ഇത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പലരും ഉണർന്നു നിൽക്കുന്നുണ്ട്. ഇത് ജാഗ്രതാണ്, ഉണർവിന്റെ പാഠമാണ്. സമൂഹം വല്ലാതെ ഉറങ്ങിപ്പോകാതിരിക്കാൻ ചിലരൊക്കെ ജാഗ്രതയോടെ ഉണർന്നിരിക്കും. ആ ജാഗ്രതാണ് ഡിവൈഎഫ്ഐയിലൂടെ ഈ സമൂഹം ഇപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊതുജന പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പലരും ഈ സമൂഹത്തിന് മുന്നിൽ പകർത്തിയിടുന്ന പാഠങ്ങൾ അതൊക്കെയാണ്. യൂസഫ് അലി എന്ന